അപ്പൊ ഇവിടെ ഈ ലോകത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചില കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അതാണ് കാര്യകാരണ ബന്ധം എന്ന് മലയാളത്തിൽ പറയുന്നത്. അതിനപ്പുറമുള്ള കേസുകൾക്കാണ് എന്ത് പറയാ, മുഅ്ജിസത്ത്, കറാമത്ത് എന്നൊക്കെ പറയുന്നത്. അതൊരു നിമിഷ നേരത്തേക്ക് പോലും അള്ളാഹു നബിമാർക്കോ ഔലിയാക്കന്മാർക്കോ എന്ത് ചെയ്തിട്ടില്ല, വിട്ടുകൊടുത്തിട്ടില്ല. അത് മരണാനന്തരവും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. ഒരു വലിയ മരിച്ചുപോയതിന്റെ ശേഷവും ചിലപ്പോൾ അള്ളാഹു അയാളിലൂടെ കറാമത്ത് പ്രകടമാക്കി എന്ന് വരാം. അതിനുള്ള തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ ഇവർ കൊണ്ടുപോയിട്ട് വധിച്ചു. ഒരു സഹാബിയെ കൊണ്ടുപോയി വധിച്ചു എന്ന് മാത്രമല്ല, അയാളോടുള്ള രോഷവും പകയും തീർക്കാൻ വേണ്ടിയിട്ട് നേതാവ് ഓർഡർ ഇട്ടു, അയാളുടെ തലയറുത്ത് പാത്രത്തിലാക്കിയിട്ട് എൻ്റെ മുമ്പ് കൊണ്ടുവരണം. അങ്ങനെ ഈ മയ്യത്തിന്റെ സമീപത്തേക്ക് മുശ്രിക്കുകൾ വരികയാണ്. ഇദ്ദേഹത്തിന്റെ ഈ സഹാബിയുടെ തലയറുത്ത് തളികയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബോഡിയുടെ അടുത്തേക്കാണ്ട് കത്തിയും കൊണ്ട് തലയറുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേക്ക് 4 ഭാഗത്തും ശക്തമായ കടന്നൽ കൂട്ടം ഇങ്ങനെ പ്രൊട്ടക്ഷൻ തീർത്തിരിക്കുകയാണ്. അവിടെ അടുക്കാൻ പറ്റുന്നില്ല. കടന്നൽ കൂട്ടം അടുത്തിട്ടുണ്ടെങ്കിൽ കുത്തി അവിടെ വീണ തന്നെ. ബോഡിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. 4 ഭാഗവും ശക്തമായി ഒരു തരം കടന്നലുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. തിരിച്ചു പോകേണ്ടി വന്നു അവർക്ക്. ഇതൊരു കറാമത്താണ്, മരണാനന്തരം പ്രകടമായ കറാമത്താണ്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ടാകാം, മരണാനന്തരം ഉണ്ടാകാം. പക്ഷെ അത് അവരുടെ കഴിവല്ല. അതുകൊണ്ട് അവരോട് ചോദിക്കാനും പാടില്ല, മരണാനന്തരവും ചോദിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇപ്പോ ഇവിടെ ഈ നിലക്ക് വെള്ളം കൊടുക്കാൻ സാധിച്ചു, പാറക്കല്ലിലടിച്ചപ്പോ. ഇന്നിപ്പോ നമ്മൾ വെള്ളത്തിന് ദാഹിക്കുമ്പോൾ ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, മൂസാ നബിയെ, പണ്ട് ഇസ്രായേൽ മക്കള് നിങ്ങളോട് വെള്ളത്തിന് ചോദിച്ചപ്പോ നിങ്ങൾ വെള്ളം കൊടുത്തയാളല്ലേ, ദാഹിച്ചിട്ട് വയ്യ, കിണറ്റിലൊരു തുള്ളി വെള്ളമല്ല, ഞങ്ങളെ രാജ്യത്തെ ജലക്ഷാമം തീർത്തു തരണേ മൂസാ നബിയെ എന്നൊരാൾ പ്രാർത്ഥിക്കുക. സലാത്ത് നഗറിൽ വെച്ച് എല്ലാവരും കൂടി ആമീന്ന് പറയും ചെയ്താലോ? തൗഹീദാ? അത് ശിർക്കാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വിരലുകൾക്കിടയിലൂടെ അതിശക്തമായി വെള്ളം പൊട്ടിയൊഴുകി 1500ഓളം ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനും ഉളൂ ചെയ്യാനും പാകപ്പെടുന്ന വിധത്തിൽ ഒരു പാത്രത്തിലേക്ക് കൈ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും അതിശക്തവും ഏറ്റവും ശുദ്ധവുമായ ജലം നാം വിശേഷിപ്പിക്കപ്പെടുന്നത് ആ വെള്ളം. എൻ്റെ നിങ്ങളെ കയ്യിൽ നിന്ന് വന്ന വെള്ളം അങ്ങനെ ഉണ്ടാവുമോ? ആ വെള്ളം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വരെ ലോകത്ത് സഹാബിമാരാരെങ്കിലും മനസ്സിലാക്കിയോ, അള്ളാഹിന്റെ റസൂൽ കയ്യിന്റെ അടിയിൽ കൂടി വെള്ളം കൊടുത്ത നബിയാണ് നമ്മളെ നബി. അതുകൊണ്ട് ജലക്ഷാമം ഉണ്ടായാൽ മുത്ത് മുസ്തഫയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ മനസ്സിലാക്കിയോ? ഇല്ല. എന്താ കാരണം? മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് അവരെ റസൂലുള്ളാഹിനെ കൊണ്ട് ദുആയിരപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അതേ പണി അവർ ഇപ്പൊ ചെയ്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ അവരൊന്നിച്ച്, ജനങ്ങൾ ഒരുമിച്ചുകൂടി അവരവിടെ വെച്ച് അള്ളാഹുവിനോട് മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാതെ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചതല്ല. ഇങ്ങനെ ഓരോ ദൃഷ്ടാന്തങ്ങളും അങ്ങനെയാണ്.